പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ജീവിതയാത്രയിൽ കൂടെയുണ്ട്, തളരാതെ എന്നും താങ്ങിടുന്നു. മരുഭൂപ്രയാണത്തെ ചാടിടുവാൻ ഒരു നല്ല ദൈവം കൂടെയുണ്ട്. ജീവിതയാത്രയിൽ കൂടെയുണ്ട്, തളരാതെ എന്നും താങ്ങിടുന്നു. മരുഭൂപ്രയാണത്തെ ചാടിടുവാൻ ഒരു നല്ല ദൈവം കൂടെയുണ്ട്. ഈ ദൈവത്തെ ഞാൻ തിരിച്ചറിഞ്ഞു, സ്നേഹസ്വരൂപനെ ഞാൻ രുചിച്ചറിഞ്ഞു. ജീവിതത്തിൽ ചെയ്ത നന്മകൾ ഓർത്തിടുമ്പോൾ നന്ദിയോടെന്നും പാടി സ്തുതിക്കുമേ. നന്ദിയോടെന്നും പാടി സ്തുതിക്കുമേ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2026 ഫെബ്രുവരി മാസം 19-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. അറിവിനേക്കാൾ വെളിപ്പാടിൽ മഹത്വം വെളിപ്പെടും. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക് 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. പിന്നെ എലീശ പ്രാർത്ഥിച്ചു, യഹോവേ, ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞു. യഹോവ ബാല്യക്കാരന്റെ കണ്ണ് തുറന്നു. എലീശയുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. പ്രിയരെ, ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കുന്ന ദൈവിക ചിന്ത അറിവിനേക്കാൾ വെളിപ്പാടിൽ ദൈവത്തിന്റെ മഹത്വം ചലിക്കുമെന്നുള്ളതാണ്. എന്നെ കേൾക്കുന്നവരെ, ഇതാ എലീശയുടെ അടുക്കലേക്ക് ബാല്യക്കാരൻ ഓടി വന്നിട്ട് പറയാണ്, അയ്യോ യജമാനനെ, നമുക്ക് ചുറ്റും ശത്രു പാളയമിറങ്ങി നിൽക്കുകയാണ്, ഇനി നമുക്ക് രക്ഷയില്ല എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങൾ വായിച്ചു കേട്ട വാക്യമാണ്. എലീശ ഇതാ ബാല്യക്കാരന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണുകളെ തുറക്കണം. എന്നെ കേൾക്കുന്നവരെ, കാണുന്ന മണ്ഡലത്തിലോ അറിവിലോ ദൈവത്തിന്റെ മഹത്വത്തെ നാം കാണുകയോ അനുഭവിക്കുകയോ ചെയ്യാൻ കഴിയത്തില്ല. എന്നാൽ ഈ പ്രഭാതത്തിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാണ്, നിങ്ങളൊരു പ്രാർത്ഥന മനുഷ്യനാണെങ്കിൽ, നിങ്ങൾ ദൈവവുമായി ഒരു ആഴമേറിയ ബന്ധത്തിലാണ് ചലിക്കുന്നതെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ അറിവിനും അപ്പുറത്തായി സകലതും ദൈവമഹത്വത്തിൽ ചലിക്കുന്നത് കാണാൻ പറ്റും. ദൈവം എന്നെയും നിങ്ങളെ കരുതിയിരിക്കുന്നത് വലിയ വലിപ്പത്തിലാണെന്നുള്ളത് കാണാൻ കഴിയും. ഇതാ ആ വചന പശ്ചാത്തലത്തേക്ക് ഞാൻ നിങ്ങളെ ഒന്ന് ക്ഷണിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് ചേർന്നുകൊണ്ട് 6-ാം അധ്യായം 15-16 വാക്യങ്ങളോടൊന്ന് വായിക്കാം. ദൈവപുരുഷന്റെ ബാല്യക്കാരൻ രാവിലെ എഴുന്നേറ്റു. പുറത്തിറങ്ങിയപ്പോൾ ഒരു സൈന്യം കുതിരകളും രഥങ്ങളുമായി പട്ടണം വളഞ്ഞിരിക്കുന്നത് കണ്ടു. ബാല്യക്കാരൻ അവനോട്, അയ്യോ യജമാനനെ, നാം എന്തു ചെയ്യും എന്ന് പറഞ്ഞു. 16-ാമത്തെ വാക്യം. അതിന് അവൻ, പേടിക്കേണ്ട, നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികം എന്ന് പറഞ്ഞു. ഇതാ ബാല്യക്കാരൻ രാവിലെ എഴുന്നേറ്റ് പുറത്തിറങ്ങുമ്പോൾ ഒരു സൈന്യം കുതിരകളും രഥങ്ങളുമായി ഇതാ പട്ടണം വളഞ്ഞിരിക്കുന്ന അവൻ്റെ കണ്ണുകൾ കൊണ്ട് അവൻ കാണുകയാണ്, അറിവിൽ കാണുകയാണ്. എന്നെ കേൾക്കുന്നവരെ, നാം കാണുന്ന തലത്തിൽ അല്ലെങ്കിൽ നമ്മുടെ അറിവിൽ നോക്കിയാൽ പലതും അടഞ്ഞതും തീർന്നതുമായി നമുക്ക് തോന്നാം. ആ സമയത്താണ് നമ്മൾ അയ്യോ എന്ന് വിളിക്കുന്നത്. നമ്മൾ ഇനി എന്ത് ചെയ്യണമെന്നറിയാൻ പറ്റാതെ നിൽക്കുന്നത്. ഈ പ്രഭാതത്തിൽ പലവരെയും ജോലിയിൽ പ്രതിസന്ധിയിൽ ഇനി എന്ത് ചെയ്യണമെന്നറിയാൻ പറ്റാതെ എന്നെ കേൾക്കുന്നുണ്ട്. പലവരുടെയും തലമുറയുടെ വിഷയത്തിനകത്ത് എല്ലാം വഴി അടഞ്ഞതുപോലെ കാണുന്ന മണ്ഡലത്തിൽ അല്ലെങ്കിൽ അറിവിൽ പറയുന്നു, ഇനി വിദ്യാഭ്യാസം നടക്കത്തില്ല, ഇനി ആ വിവാഹം നടക്കുമെന്ന് തോന്നില്ല. ഇങ്ങനെയുള്ള തലങ്ങൾ വിളിച്ചു പറയുമ്പോൾ നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പറയണം, ഞാൻ പ്രാർത്ഥിക്കുന്നയാളാണ്, എൻ്റെ ദൈവം ഈ കാണാത്ത മണ്ഡലത്തിൽ എനിക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ കരുതിയിട്ടുണ്ട്. എൻ്റെ മഹത്വത്തിനായി എന്നെ വിളിച്ചത് ദൈവ മഹത്വത്തിന് വേണ്ടിയാണ്. എനിക്ക് വേണ്ടിയുള്ള ആഴങ്ങൾ വെളിപ്പെട്ടിട്ടുണ്ട്. ഞാൻ ആത്മാവിൽ നിങ്ങളെ നോക്കിയത് വിളിച്ചു പറയട്ടെ, കാനാവിലെ കല്യാണ വീട്ടിൽ അറിവിൻ്റെ മണ്ഡലത്തിൽ അല്ലെങ്കിൽ കാണുന്ന മണ്ഡലത്തിൽ വീഞ്ഞ് തീർന്നിട്ടുണ്ട്. ഇനി അങ്ങനൊരു വീഞ്ഞ് അവിടെ ഉളവായി വരണമെങ്കിൽ മിനിമം വർഷങ്ങളുടെ പഴക്കം വേണം. എന്നാൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാണ്, ഇതാ യേശു കർത്താവ് പച്ചവെള്ളം കൊണ്ട് വീഞ്ഞിനെ ഉളവാക്കിയാണ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഇതാ മഹത്വം വെളിപ്പെട്ട് വരികയാണ്. ഒന്നുകൂടെ നിങ്ങളുടെ അറിവിലേക്ക് ഇതാ ലാസറിന്റെ കല്ലറയുടെ അടുക്കലേക്ക് യേശു കർത്താവ് വരികയാണ്. ഉടനെ
തൻ്റെ സഹോദരിയായ മാർത്ത പറയുകയാണ്, കർത്താവെ 4 ദിവസമായി നാറ്റം വെച്ച് തുടങ്ങിയിട്ടുണ്ട്. എന്നെ കേൾക്കുന്നവരെ, അറിവിനകത്ത് കാണുന്ന തലത്തിൽ മാർത്ത പറയുകയാണ്, അത് നാറ്റം വെച്ച അനുഭവമാണ്, എല്ലാം തീർന്ന അനുഭവമാണ്. പക്ഷേ കാണാത്ത മണ്ഡലത്തിൽ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കരുതൽ വെളിപ്പെടുന്ന, ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്ന തലത്തിൽ യേശു മാർത്തയോട് പറയുകയാണ്, നീ വിശ്വസിച്ചാൽ മഹത്വം വെളിപ്പെടാൻ പോകുകയാണ്. ഇന്ന് ഈ പ്രഭാതത്തിൽ ഞാൻ ആരെയോ നോക്കി വിളിച്ചു പറയുകയാണ്, നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ തീർന്നെന്ന് പറയുന്ന അനുഭവത്തിനകത്ത് വലിയ ദൈവപ്രവർത്തികൾ വെളിപ്പെടാൻ പോകുകയാണ്. അസാധാരണമായ ദൈവത്തിൻ്റെ കരം ചലിക്കാൻ പോകുകയാണ്. എൻ്റെ കൂടെ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വിശ്വസിക്കുക, ഒരു അസാധാരണ തലം ചലിക്കട്ടെ. ഇപ്പോൾ തന്നെ വിശ്വസിക്കുക, ഒരു അസാധാരണ ദൈവപ്രവൃത്തി ചലിക്കാൻ പോവുകയാണ്. ഞാനത് വിശ്വസിക്കുന്നു പ്രിയരെ. ദൈവം ജീവിക്കുന്ന ദൈവമാണ്, ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ്. എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇതാ ലാസറിനെ യേശു കർത്താവ് ഒരു വാക്കിനകത്ത് വിളിച്ചു പുറത്തു കൊണ്ടുവരികയാണ്. യേശു കർത്താവിൻ്റെ വാക്കിൽ പുറത്തു വരുന്ന ലാസറിന് ഒരു കുറവും ഉണ്ടായതായി ഞാൻ കാണുന്നില്ല. എന്ന് പറഞ്ഞാൽ അവൻ്റെ ശരീരത്തിനകത്ത് ഒരു ചുളിവോ മുറിവോ ഒരു പ്രശ്നവുമില്ല. കർത്താവ് തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതോടെ ഏറ്റവും പുതുക്കമുള്ള നിലയിലാണ് ലാസർ ഇതാ പുറത്തു വരുന്നത്. ഒന്നുകൂടെ നിങ്ങൾക്ക് മനസ്സിലാകേണ്ട തലത്തിൽ ഞാൻ വിളിച്ചു പറയുകയാണ്, ഇസ്രായേൽ മക്കളെ കണ്ണുനീരിൻ്റെ അനുഭവത്തിൽ 430 വർഷത്തെ അടിമത്തത്തിൽ നിന്നിതാ വാഗ്ദത്ത ദേശത്തിലേക്ക് ദൈവം വിളിച്ചിറക്കിയാണ്. ഇതാ അവർ യാത്ര ചെയ്ത് ചെങ്കടലിൻ്റെ മുമ്പിലേക്ക് വരികയാണ്. അവരെ കാണുന്ന, അല്ലെങ്കിൽ അവരെ അറിവിൻ്റെ മണ്ഡലത്തിൽ അവർ ചെങ്കടലിൽ വഴിയടഞ്ഞ അനുഭവത്തിലാണ് വരുന്നത്. അവർ മുമ്പോട്ട് നോക്കുമ്പോൾ ഇനി വഴിയില്ല. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇതാ പിറകിൽ ശബ്ദം കേൾക്കുന്നു. ആ പിറകിലെ ശബ്ദം കേട്ടവർ തലയുയർത്തുമ്പോൾ ഫറവോൻ അവരെ അടുക്കലെത്തിയിട്ടുണ്ട്. ഫറവോൻ അടുക്കലെത്തിയപ്പോൾ അവർ വിളിച്ചു പറയുന്നു, ഞങ്ങൾ മരിക്കാൻ പോവുകയാണ്, ഞങ്ങൾ തീരാൻ പോവുകയാണ്. അറിവിനകത്തും കാണുന്ന തലത്തിനകത്ത് നിൽക്കുന്നവരോട് എനിക്ക് പറയാനുണ്ട്, നിങ്ങൾ തീരുമെന്ന് തോന്നാം, നിങ്ങൾ അവസാനിക്കുമെന്ന് തോന്നാം, പക്ഷെ അവസാനിച്ചതിനെ ആരംഭിക്കുന്ന ദൈവിക മഹത്വം ഇപ്പോൾ വിശ്വസിക്കുന്നവരുടെ മേളിലേക്ക് വ്യാപരിക്കുകയാണ്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പുതിയ വഴിയായി അത് തുറന്നു വരാൻ പോവുകയാണ്. ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നവർ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട്, വർഷങ്ങൾ നടക്കാത്തത്, വർഷങ്ങൾ കാണാത്തത്, ജീവിതത്തിനകത്ത് തീർന്നു പോയ, അല്ലെങ്കിൽ ഹല്ലേലൂയ ഇനി ആ രോഗം സൗഖ്യമാകത്തില്ല, ഇനി എൻ്റെ ഭർത്താവ് മടങ്ങി വരത്തില്ല, അല്ലെങ്കിൽ എൻ്റെ തലമുറയ്ക്ക് ഇനി ഒരു കുടുംബജീവിതമില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നവരോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, മഹത്വത്തിനകത്ത് വലിയ കാര്യങ്ങളുണ്ട്. ഇതാ എൻ്റെ ദൈവം നിനക്ക് വേണ്ടി പുതിയതിനെ ചിലതിനെ എഴുന്നേൽപ്പിക്കുകയാണ്. അസാധാരണമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ എൻ്റെ ദൈവം സകലതും നന്മയ്ക്കാക്കി തീർക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഒരുമിച്ച് പൗലോസ് പറഞ്ഞ ഒരു പദം പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എഫെസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തും കൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട്. ഇതാ പൗലോസ് അപ്പോസ്തലന്റെ ഒരു പ്രാർത്ഥന തുടങ്ങുന്ന ഭാഗമാണ് ഞാൻ നിങ്ങൾ വായിച്ചു കേട്ടത്. നിങ്ങൾക്ക് ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട്. എന്നെ കേൾക്കുന്നവരെ, വെളിപ്പാടിൻ്റെ തലങ്ങൾ തുറന്നാൽ നിങ്ങൾ കാണാൻ തുടങ്ങും അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാകുന്നത്. നിങ്ങൾ കാണാൻ പോകുന്നു തീർന്നു എന്ന് പറയുന്നത് ദൈവമഹത്വത്തിൽ എഴുന്നേറ്റ് വരുന്നത്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, മത്സരികൾക്ക് ഒരടയാളമായി അഹരോൻ്റെ വടിയെ ഒറ്റ രാത്രി കൊണ്ട് തളർത്ത് പൂത്ത് ഫലം കായ്പിക്കുന്ന ദൈവത്തിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. നിങ്ങൾ ഇപ്പോൾ മഹത്വത്തിൻ്റെ അടയാളമായി മാറാൻ പോവുകയാണ്. നിങ്ങൾ ഈ കാലഘട്ടത്തിൽ ദൈവം ജീവിക്കുന്നതിൻ്റെ അടയാളമായി മാറാൻ പോവുകയാണ്. അങ്ങനെ വിശ്വസിക്കുന്നവർ ഈ പ്രഭാതത്തിൽ കണ്ണുകൾ അടച്ച് നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ എന്നെ കാണുന്ന എന്നെ കേൾക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരസാധാരണ വിടുതൽ, അസാധാരണമായ ദൈവപ്രവൃത്തി ഇവരെ മേളിലേക്ക് വെളിപ്പെട്ട് വരട്ടെ. കാണുന്ന മണ്ഡലത്തിൽ തീർന്നു എന്നും അറിവിനകത്തെല്ലാം അവസാനിച്ചു എന്ന് പറയുമ്പോൾ വിശ്വാസത്താൽ ഇപ്പോൾ ഇവർ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ സാക്ഷികളായി തീരുകയാണ്. അത്ഭുതകരമായ ദൈവപ്രവർത്തികൾ ഇപ്പോൾ ജോലിയിൽ വലിയ വിടുതലുകൾ സംഭവിച്ചതിനായി നന്ദി. ദൈവപ്രവർത്തികൾ സംഭവിച്ചതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരെ, ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ ഒരാൾക്കും കൂടെ ഒരു വാട്സാപ്പിൽ ഈ ലിങ്ക് അയച്ചു കൊടുത്താൽ ആ വ്യക്തികൾക്കും കൂടെ ഇത് അനുഗ്രഹമാകുമെന്ന് ഓർപ്പിക്കുന്നു. എങ്കിൽ എന്നെ കേൾക്കുന്നവരെ, എല്ലാ ദിവസവും വൈകിട്ട് ഇന്ത്യൻ സമയം 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധനയുണ്ട്. നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു. നിങ്ങൾ കടന്നു വരണമേ. കർത്താവ് നിങ്ങളെ അധികത്തിൽ മാനിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.